പരശുരാമൻ ആജീവനാന്തം വിവാഹം കഴിക്കാതെ ബ്രഹ്മചാരിയായി ജീവിച്ചതിന്റെ കാരണം അദ്ദേഹത്തിന്റെ അവതാര ലക്ഷ്യത്തിലും കഠിനമായ പ്രതിജ്ഞകളിലുമാണ് അടങ്ങിയിരിക്കുന്നത്. പരശുരാമൻ മഹാവിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമാണ്. അക്കാലത്ത് ഭൂമിയിൽ വർദ്ധിച്ചു വന്ന അധർമ്മത്തിന്റെയും അനീതിയുടെയും നാശമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. ഈ ദുർഘടമായ പാതയിൽ മോഹബന്ധങ്ങളോ കുടുംബങ്ങളോ തന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ട് പൂർണ്ണമായും ധർമ്മരക്ഷയ്ക്കായി സ്വയം സമർപ്പിക്കാനായി അദ്ദേഹം ജീവിതകാലം മുഴുവൻ ബ്രഹ്മചര്യ വ്രതം സ്വീകരിച്ചു. മഹാദേവനിൽ നിന്ന് അസ്ത്രവിദ്യയും തന്റെ പ്രശസ്തമായ പരശുവും നേടിയ ശേഷം തന്റെ ജീവിതം മുഴുവൻ കഠിനമായ തപസ്സിനും ധർമ്മരക്ഷയ്ക്കുമായി സമർപ്പിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. ഈ പ്രതിജ്ഞയുടെ ഭാഗമായി അദ്ദേഹം ലൗകിക ജീവിതം പൂർണ്ണമായും ഉപേക്ഷിച്ചു. ഭാഗവത പുരാണത്തിൽ പരശുരാമൻ ആജീവനാന്തം ബ്രഹ്മചാരിയായി തുടർന്നുവെന്ന് പറയുന്നു. ഇതാണ് കൂടുതൽ ജനപ്രിയമായ വിശ്വാസം. എന്നാൽ വിഷ്ണു പുരാണത്തിൽ അദ്ദേഹത്തിന് ധരണി എന്ന പേരിൽ ഒരു ഭാര്യ ഉണ്ടായിരുന്നുവെന്നും ധരണി മഹാലക്ഷ്മിയുടെ അവതാരമായിരുന്നുവെന്നും പറയപ്പെടുന്നു. ചുരുക്കത്തിൽ പരശുരാമന്റെ ബ്രഹ്മചര്യമാണ് പൊതുവായി അംഗീകരിക്കപ്പെട്ടതും പ്രചാരത്തിലുള്ളതുമായ വിശ്വാസം. ലോകത്തിന്റെ നന്മയ്ക്കായി തന്റെ ജീവിതം പൂർണ്ണമായും തപസ്സും ത്യാഗവും ധർമ്മനിഷ്ഠയും ഉള്ള സന്യാസി ജീവിതത്തിനായി അദ്ദേഹം സമർപ്പിച്ചു എന്നതാണ് വിവാഹം കഴിക്കാതിരുന്നതിന്റെ പ്രധാന കാരണം. ഓം നമോ ഭഗവതേ വാസുദേവായ.